മുകുന്ദൻ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ടതാ ഇന്ന് യാഥാർത്ഥ്യമായത്. പക്ഷേ അവനേക്കാൾ കൂടുതൽ സന്തോഷം നിനക്കാന്ന് എനിക്കറിയാം. ഇനി ആരും മുകുന്ദനെ ഒരു കേസിലെ വക്കീലായിട്ട് കാണില്ല. മുകുന്ദന് സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടാവും. പക്ഷേ ഇത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാ. മുകുന്ദൻ ചെയ്യുന്നതെല്ലാം ആളുകൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കും. ഒരു മജിസ്ട്രേറ്റ് എന്തെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്യുന്നുണ്ടോന്നറിയാൻ നാട്ടുകാർക്ക് വലിയ താല്പര്യമായിരിക്കും. ഇത് മുകുന്ദന് മാത്രമല്ല, നിനക്കും ബാധകമാ. ഇതുവരെ നീ കാണിച്ച കുരുത്തക്കേടുകൾ പോലെയല്ല ഇനി അങ്ങോട്ട്. നീ എന്ത് തെറ്റ് ചെയ്താലും മജിസ്ട്രേറ്റിന്റെ ഭാര്യ അത് ചെയ്തു ഇത് ചെയ്തു എന്നായിരിക്കും ഇനി റിപ്പോർട്ട് വരാൻ പോകുന്നത്. അത് ബാധിക്കാൻ പോകുന്നത് മുകുന്ദനെയാ. നീ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നീ ഇനി ഒരു കാരണവശാലും നിയമം തെറ്റിച്ച് ഒന്നും ചെയ്യരുത്. അതിന്റെ നാണക്കേട് നീ ഒറ്റയ്ക്കായിരിക്കില്ല സഹിക്കേണ്ടി വരുന്നത്. നീ ചെയ്യുന്ന തെറ്റിന്റെ വില മുകുന്ദനും കൂടി കൊടുക്കേണ്ടി വരും. എനിക്ക് ഗോപാലിനോടുള്ള പക വക്കീലിനും അറിയാം. അയാളുമായി കണക്കുകൾ തീർക്കുന്നതിൽ നിന്നും വക്കീൽ എന്നെ തടയില്ല. അത് മുകുന്ദന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹം നീ തിരിച്ചും കാണിക്കണം. നീ കാരണം മുകുന്ദന് ഒരു തരത്തിലുള്ള നഷ്ടമോ അപമാനമോ സംഭവിക്കരുത്. അത് മുകുന്ദൻ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യോ. ഞാൻ ഗോപാലിനെ വെറുതെ വിടണമെന്നാണോ ചേച്ചി പറയുന്നേ? ഗോപാലിനോട് പകരം വീട്ടുന്നതിന് സ്വന്തം ജീവിതവും നിന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് എന്താ മോളെ കാര്യം? മോളെ, പ്രതികാരത്തിൽ അന്ധരാകുമ്പോ ശത്രുക്കളുടെ നാശത്തിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. ഗോപാലിനെ തകർക്കണമെന്നുള്ള വാശിയിൽ നീ സ്വന്തം സന്തോഷവും സമാധാനവും കളഞ്ഞാ തോറ്റുപോകുന്നത് നീ ആവില്ലേ? ഗോപാലിന്റെ മുന്നിൽ മുകുന്ദന്റെ കൂടെ നീ സന്തോഷത്തോടെ ജീവിച്ച് കാണിക്കണം. മുകുന്ദൻ ഒരു മജിസ്ട്രേറ്റ് ആവാൻ പോവാ. വൈകാതെ നീ ഡോക്ടറും ആവും. നിങ്ങളിപ്പോ ജീവിതം ആസ്വദിക്കുകയാണ് വേണ്ടത്. നമ്മുടെ അച്ഛനും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുക. ഗോപാലിന് ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് അറിയാവുന്നിടത്തോളം കാലം എനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കഴിയില്ല ചേച്ചി.